കഴിഞ്ഞ ദിവസം സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSFിൻ്റെ നേതാവായ സത്താർ പന്തല്ലൂർ സമസ്തയുടെ ഒരു പൊതുവേദിയിൽ വെച്ച് സമസ്ത നേതാക്കളെ പ്രയാസപ്പെടുത്താനും അവരെ വിമർശിക്കാനും വരുന്ന ആളുകളുടെ കൈവെട്ടും എന്നുള്ള ഒരു വളരെ വിവാദപരമായൊരു പ്രസ്താവന നടത്തി. അപ്പോൾ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക വിഭാഗങ്ങളൊക്കെ മുദ്രാവാക്യങ്ങളിലൊക്കെ കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറയാറുണ്ട്. ഇത് പക്ഷേ ഒരു മതസംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. നാളിതുവരെ അത്തരത്തിലുള്ള ഒരു മതസംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കൈവെട്ടും എന്നുള്ളൊരു പ്രതികരണമൊന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരു മതസംഘടനയുടെ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ലീഗുമായി പല പ്രശ്നങ്ങളുണ്ട്. ലീഗിലെ CIC തർക്കവുമായി ബന്ധപ്പെട്ട് ലീഗിലെ ചില നേതാക്കളുമായി പ്രശ്നമുണ്ട്. മുസ്ലിം ജനറൽ സെക്രട്ടറി PMS സലാമുമായി ഈ ഫ്രാക്ഷൻ, അതായത് ഈ സത്താർ പന്തല്ലൂർ ഉൾപ്പെടുന്ന അമീത് ഫൈസി അമ്പലക്കട് ഉൾപ്പെടുന്ന ഫ്രാക്ഷന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ കൈവെട്ടും എന്നൊക്കെയുള്ള പ്രസ്താവന കുറെ കൂടി സമസ്ത ലീഗ് ബന്ധത്തിന് കുറെ കൂടി വിള്ളൽ വീഴ്ത്താൻ കാരണമാകുമോ എന്നുള്ള ഒരു തോന്നൽ വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സാഹിബ് എന്ത് തോന്നി, ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇത് ഏതൊക്കെ അർത്ഥത്തിലുള്ള പ്രത്യാഘാതങ്ങളാ സംഘടനക്കകത്തും ലീഗ് സമസ്ത ബന്ധത്തിനകത്തും ഉണ്ടാക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അല്ലേ, സത്താർ പന്തല്ലൂരിൻ്റെ ഇന്നലത്തെ പ്രസംഗം അതിനെ ആ പ്രസംഗമായിട്ടെടുത്ത് വിശകലനം ചെയ്യുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. കുറച്ച് കാലമായിട്ട് ഈ സൈഫ് പറഞ്ഞ ഒരു സമസ്ത ലീഗ് ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഇളകി മറിച്ചലുകളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഇപ്പോൾ സത്താർ പന്തല്ലൂർ പൊതുവെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു നേതാവാണ്. വളരെ സോഫ്റ്റ് സ്പോക്കനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പോലും ഇത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള തളച്ചുമറിയലുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം ഈ ജാമിയ സമ്മേളനം, പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ബിരുദദാന സമ്മേളനം. അതിൽ ഈ പറയുന്ന ലീഗ് വിരുദ്ധർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥയുടെ യുവ നേതാക്കന്മാരെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതിന് തുടർന്നിട്ടുണ്ടായിട്ടുള്ള പല സോഷ്യൽ മീഡിയയിലുണ്ടായിട്ടുള്ള പലതരം ബഹളങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. അതിലൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഷജറകളെന്നാണ് മറ്റേ ഗ്രൂപ്പ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഇടതുപക്ഷത്തേക്ക് പോവുകയാണ്. ജിഫ്രി തങ്ങൾ തന്നെയും ഇടതുപക്ഷമായിട്ട് എടുക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനം ഈ ലീഗ് പക്ഷം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് അതിലൊരു പൊളിറ്റിക്കൽ ഫ്ലേവർ കൂടെ അതിനകത്ത് വന്നു ചേരുന്നുണ്ട്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതെവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, സമസ്ത എന്ന് പറയുന്നത് എപ്പോഴും ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മതസംഘടനാ സംവിധാനമാണ്. ഇപ്പോൾ സമസ്തയിലെ ആദ്യത്തെ പിളർപ്പ് ഈ കാന്തപുരം ഗ്രൂപ്പ് ഇറങ്ങിപ്പോകുന്നത് 87 അല്ലേ, 87 അതും ഇതേമാതിരി ഒരു പ്രശ്നത്തിലാണ്. സമസ്തയെ രാഷ്ട്രീയക്കാർ അമിതമായി നിയന്ത്രിക്കുന്നു എന്നതാണ് അന്ന് കാന്തപുരം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലീഗ് തന്നെയാണ്. അപ്പോൾ ലീഗല്ല, സമസ്ത എന്ന് പറയുന്നത് ലീഗല്ല, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു ഉപഗ്രഹമല്ല. സമസ്ത ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള മതസംഘടനയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളായിട്ട് തീരുമാനിക്കുകയും ഞങ്ങളായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു മതസംഘടനയാണ് സമസ്ത, അല്ലെങ്കിൽ അങ്ങനെയായി മാറണം എന്ന ചിന്ത സമസ്തക്കകത്തുണ്ട്. അത് ഈ ജിഫ്രി തങ്ങൾ പ്രസിഡൻ്റായി വരുന്നു, സുപ്രഭാതം പത്രം ആരംഭിക്കുന്നു. ഇതോടുകൂടി അത് കൂടുതൽ കനം വെക്കുന്നുണ്ട്. ഒരു പത്രം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. പത്രത്തിന് എല്ലാ ദിവസവും ഇറങ്ങുമല്ലോ, അപ്പോൾ എല്ലാ ദിവസവും എഡിറ്റോറിയൽ ഉണ്ടാവും, എല്ലാ ദിവസവും വിശകലന ലേഖനങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളിലും നിലപാടുകളുണ്ടാവും. അങ്ങനെ ഒരു നിലപാടുകളുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ പല കാര്യങ്ങളുമായിട്ട് സംഘർഷത്തിലാവും. ലീഗ് തന്നെയും പല കാര്യങ്ങളിലും വേണ്ടത്ര ശരിയായ നിലപാടെടുക്കുന്നില്ല എന്ന വിമർശനം സമസ്തയ്ക്കുണ്ട്. പ്രത്യേകിച്ച് സത്താർ പന്തല്ലൂരിനെ പോലുള്ള ആളുകൾ ശക്തമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ മുസ്ലിം സംവരണത്തിൽ നിന്ന് 2% കുറവ് വരുത്തി ഇടതുപക്ഷ സർക്കാർ ഭിന്നശേഷി സംവരണത്തിൻ്റെ ഭാഗമായിട്ട്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് സംവരണ തോതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന ബഹളവും പ്രക്ഷോഭവും അതൊന്ന് ആലോചിച്ച് നോക്കൂ സൈബു, എന്തെല്ലാം സംഗതികളുണ്ടാവും. ഇതിൻ്റെ പേരിൽ ഒരു സായാഹ്ന ധർണ ഇവിടെ നടന്നു. മുസ്ലിം ലീഗാണ് കേരളത്തിൽ മുസ്ലിം സംവരണം കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. മുസ്ലിം ലീഗിൻ്റെ ഒരു സായാഹ്ന ധർണ ഈ വിഷയത്തിൽ നടന്നു. ഒരു വിഭാഗം അനുഭവിച്ചു പോരുന്ന സംവരണ തോതിൽ കുറവ് വരുത്തുകയാണ്. അപ്പോൾ ഈ സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള യുവ നേതാക്കൾ നിരന്തരം ഉന്നയിക്കുന്നൊരു കാര്യമാണ്. ഈ നിലക്കുള്ള സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലീഗ് പ്രത്യേകിച്ചൊരു നിലപാടെടുക്കുന്നില്ല, ഒരു പൊസിഷൻ എടുക്കുന്നില്ല. പലപ്പോഴും കോൺഗ്രസ് എന്താണ് പറയുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം അവർക്കുണ്ട്. അപ്പോൾ ഇവർ കൂടുതൽ സംവരണം പോലെയുള്ള സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവർ കൂടുതൽ ശക്തമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ നിലപാടുള്ള സ്വതന്ത്രാസ്തിത്വമുള്ള ഒരു സംഘടനയായിട്ട് മാറുന്ന ഒരു പ്രക്രിയയിലാണ് അവർ. അതുണ്ടാക്കുന്ന ഫ്രിക്ഷനുണ്ട്. ഫ്രിക്ഷൻ ഉണ്ടാക്കും ഒരു വശത്ത്. രണ്ടാമത്തെ ഒരു കാര്യം, സാദിഖ് അലി തങ്ങൾ, ഇപ്പം നേരത്തെ മുസ്ലിം ലീഗ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം സമസ്ത മുഷാവർ അംഗമായിരുന്നല്ലോ, സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു അല്ലേ. സാദിഖ് അലി തങ്ങൾ സമസ്ത മുഷാവറയിലില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്ന അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിക്കാൻ നിശ്ചയമായും സമസ്തയിലും നല്ല സ്വാധീനം ഉണ്ടായിരിക്കണം. സമസ്തയിൽ ആധികാരികമായ സ്വാധീനം ഉണ്ടായിരിക്കണം. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. സമസ്ത മുഷാവറയിൽ താൻ വേണമെന്ന ആഗ്രഹം സാദിഖ് അലി തങ്ങൾക്കുണ്ട്. പക്ഷേ നിലവിലുള്ള സമസ്ത നേതൃത്വം അതിന് സന്നദ്ധമല്ല. സമസ്ത മുഷാവറയിൽ എത്താനുള്ള വൈജ്ഞാനികമായ അതിൻ്റെ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, അത് സാദിഖ് അലി തങ്ങൾക്കില്ല എന്ന് വിചാരിക്കുന്നവരാണ് സമസ്ത നേതാക്കന്മാർ, സമസ്തയുടെ നേതൃത്വം. അപ്പം സമസ്ത മുഷാവറയിലേക്ക് തനിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്നെ എടുക്കുന്നില്ല അത് ഇദ്ദേഹത്തിന് സാദിഖ് അലി തങ്ങൾക്കൊരു പ്രശ്നമായിട്ടുണ്ട്. ഇനി എൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതി ശ്രദ്ധിക്കുക. ഈ സാദിഖ് അലി തങ്ങൾ നിരവധി മഹല്ലുകളുടെ ഖാദിയാണ്. ഒരുപക്ഷെ ജിഫ്രി തങ്ങളേക്കാൾ കൂടുതലധികം മഹല്ലുകളുടെ ഖാദിയായിരിക്കും അദ്ദേഹം. അപ്പോൾ ഖാദി എന്ന് പറഞ്ഞാൽ എന്താണ്? മതവിധി കൊടുക്കേണ്ട ഒരാളാണ് അല്ലേ. ആധികാരികമായി മതവിധി കൊടുക്കുന്ന ആൾക്കാണ് ഖാദി എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ പാലിക്കേണ്ട അതിൻ്റെ കുറേ എറ്റിക്വറ്റ്സ് ഉണ്ട്, അതിൻ്റെ ചില ചിട്ടകളും ചട്ടങ്ങളും ഉണ്ട്. ആ കാര്യത്തിൽ സാദിഖ് അലി തങ്ങളോട് സമസ്ത നേതൃത്വത്തിന് വിയോജിപ്പുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം പാണക്കാട് തങ്ങളെ ഖാദിയായി അംഗീകരിച്ച മഹല്ലുകളുടെ ഒരു കോർഡിനേഷൻ അവരുണ്ടാക്കാൻ പോവുകയാണ്. സമസ്തയല്ല, പാണക്കാട് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ പോകുന്നു. എന്താണ്? പാണക്കാട് ഒരു ഖാദി ഭവൻ വരുന്നു. അതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സമസ്തക്ക് സമാന്തരമായിട്ടുള്ളൊരു സംവിധാനമായി മാറും. ഇപ്പോൾ സമസ്തയുടെ മഹല്ലുകളുടെ കോർഡിനേഷനായിട്ടുള്ള സംഘടനയാണ് SMF, സമസ്ത മഹല്ല് ഫെഡറേഷൻ അല്ലേ, സുന്നി മഹല്ല് ഫെഡറേഷൻ. അതിൻ്റെ പ്രസിഡൻ്റ് ആരാണ്? അതിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കെയാണ് വേറൊരു സമാന്തര സംവിധാനം ഉണ്ടാകുന്നത്. അത് സമസ്തയ്ക്ക് ബദലായി മഹല്ലുകളെ ഏകീകരിക്കുവാൻ, മഹല്ലുകളെ കോർഡിനേറ്റ് ചെയ്യുവാൻ ഉള്ള ഒരു സംവിധാനമാണ് എന്ന് സമസ്ത നേതൃത്വം ഭയക്കുന്നുണ്ട്. സമസ്ത നേതൃത്വം ലീഗിൽ നിന്ന് മാറി CPM-ഉമായിട്ട് സംസാരിക്കുന്നു, കോൺഗ്രസുമായിട്ട് സംസാരിക്കുന്നു, സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന വിമർശനം, എന്നതിൽ പരാതി ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇത് തമ്മിലൊരു സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സൈഫ്, നമ്മൾ പത്രപ്രവർത്തന ജീവിതത്തിൽ അത്ഭുതകരമായുള്ള കാര്യം, ഇപ്പോൾ ഈ നിലക്കുള്ള പ്രസംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവ്യക്തമായി, പരോക്ഷമായി, നമ്മൾ നേരത്തെ MTയുടെ പ്രസംഗം പറഞ്ഞില്ലേ, അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ നേതാക്കന്മാർ അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കും. എന്നിട്ട് നമുക്ക് അയച്ചു തരും വാട്സപ്പിൽ. അത് കേട്ടാൽ സ്വാഭാവികമായി കേട്ടാൽ നമുക്കതൊന്നും തോന്നില്ല. അപ്പോൾ അവർ അതിൻ്റെ ഇത് പറഞ്ഞു തരും, അതിൻ്റെ വ്യാഖ്യാനം അവർ പറഞ്ഞു തരും. ഇത് മറ്റേക്കെതിരാണ്, ഇത് ഇവർ തന്നെ നമുക്ക് അയച്ചു. ഇത് നമ്മൾ കൊടുക്കണം. ഇത് നമ്മൾ കൊടുത്തിട്ട് പിന്നെ പ്രസ്താവന അവർക്ക് ദുർവ്യാഖ്യാനം ചെയ്താൽ നമുക്ക് ഇത് നമ്മൾ കുറേ മാസങ്ങളായി അനുഭവിക്കുന്നുണ്ട്. ഈ നിലക്കുള്ള പ്രസംഗങ്ങൾ രണ്ട് ഭാഗത്തുള്ള ആളുകൾ നടത്തുക, എന്നിട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മളത് പ്രസിദ്ധീകരിക്കണം. അത് മറ്റേക്കെതിരാണ് എന്ന്. മറ്റേക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവരത് വിശദീകരിച്ച് തന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നിഴൽ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഈ സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന
സുന്നികൾ, എന്താണ് സമസ്തക്ക് പ്രാധാന്യം കൊടുക്കുന്ന സുന്നികൾ, അവരെയാണ് സത്താർ പന്തല്ലൂർ അഭിസംബോധന ചെയ്തത്. അപ്പോൾ SKSSF എന്ന് പറയുന്നത് ഈ സമസ്ത പരിവാറിനകത്ത് ഏറ്റവും കേഡർ സ്വഭാവമുള്ള ഒരു സംഘടനാ സംവിധാനമാണ്. അതിന് ദീർഘകാലം അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സത്താർ പന്തല്ലൂർ. SKSF-ൽ ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമാണ്. ചിലയിടങ്ങളിലൊക്കെ SKSF-ൻ്റെ ഇലക്ഷൻ പ്രക്രിയയിൽ തന്നെ ലീഗ് ഇടപെടുന്നു എന്നൊരു പരാതിയും ഈ ഇവരുടെ ലീഡർഷിപ്പിലുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ഒരേ ഒരു റഫറൻസ് അത് സമസ്ത മുഷാവറ മാത്രമാണ്. ഞങ്ങൾ ആർക്കെങ്കിലും വിധേയപ്പെടുന്നുണ്ടെങ്കിൽ അത് സമസ്ത മുഷാവറക്ക് മാത്രമായിരിക്കും എന്നാണ് സത്താർ പന്തല്ലൂർ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പണ്ഡിതന്മാരെ പരിഹസിക്കുക, അവരെ അവമതിക്കുക, അതിനിറങ്ങി പുറപ്പെടുന്ന ആളുകളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അതിൽ അദ്ദേഹം കൈവിട്ടും എന്നൊരു വാക്ക് ഒരുപക്ഷെ ആ സദസ്സിൻ്റെ ആളുകൾ അനുയായികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അമിതാവേശത്തിലൊക്കെ വന്നതായിരിക്കും. എനിവേ ഇതാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഈ പറയുന്ന സംഘർഷം അത് കുറച്ചായി ഉണ്ട്, അത് ഇനിയും തുടരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ പ്രസംഗത്തിൽ എനിക്ക് കിട്ടുന്നത്. ജിംസ് പൊട്ടലും ചീറ്റലും കുറേ കാലമായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കടുത്ത പ്രയോഗങ്ങളിലേക്ക് കടക്കാൻ എന്തായിരിക്കും പ്രേരിപ്പിച്ചത്? ഈ നമ്മൾ ഈ സംസാരിക്കുന്നത് കേൾക്കുന്ന എത്ര പേർക്ക് ഇപ്പോൾ ദാവൂദ് സാഹിബ് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ സമസ്ത ഫോളോ ചെയ്യുന്നാൽ ഈ ലീഗുകാരായ ഒരാൾക്ക് മനസ്സിലാവുന്നല്ലാതെ ഇതിലെ ഐഡിയോളജിക്കൽ പൊസിഷൻ എന്താണ്, ഇവരുടെ താല്പര്യം എന്താണ്, ഈ താല്പര്യം ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണ്. ഇപ്പോൾ CPM-മായി സമസ്ത സംസാരിക്കുന്നു, അപ്പോൾ ലീഗുകാർ എന്തായിരിക്കും ചിന്തിക്കുക എന്നാലും ആളുടെ കിളി പാറിപ്പോവും. അപ്പോൾ CPM-ആയിട്ട് ചേരാൻ കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നതല്ലേ സാധിക്കില്ല നിങ്ങൾ കേൾക്കുക. ഇത് മൊത്തം എന്താണ് ഒരു നോളൻ സിനിമ അതിലാണ് ആൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സഭാ തർക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഈ ക്രൈസ്തവ സഭകളുടെ തർക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിക്കണം. ഇതിൽ അവാന്തര വിഭാഗങ്ങൾ എന്താണ്, ഇവരുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡ് എന്തായിരുന്നു, എങ്ങനെയാണ് ഇവർ പിരിഞ്ഞത്, ഇവരെത്ര സഭകളുണ്ട്, ഇവരുടെയൊക്കെ പൊസിഷൻ എന്താണ്, ഇവർക്ക് ആരോടാണ് അലീജിയൻസ്, ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ കിളി പാറി പോകും. അതുപോലൊരു സാധനമാണ് ഈ സമസ്ത ലീഗ് തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് ലീഗിനെ ബാധിക്കുന്നതാണ്. ഓഫ് കോഴ്സ് ലീഗിനെ പല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ലീഗിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ നേർക്ക് നേരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സമസ്ത ലീഗ് ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് തിരിച്ചെറുതാണ്. ഈ പൊട്ടലും ചുറ്റും തുടർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നാളെ ലീഗും സമസ്തയും തമ്മിൽ വേർപിരിയുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഇനി CPM-ഉമായിട്ട് ചേരാൻ തീരുമാനിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ട് പൽചക്രങ്ങളുടെ രണ്ട് പല്ലുകൾ എങ്ങനെയാണോ ചേർന്ന് കറങ്ങുന്നത് അതുപോലെ കറങ്ങുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഭാഗം കൂർത്തിരിക്കും, ഒരു ഭാഗം വിടവുമാണ്, അപ്പോഴാണ് ഇത് കറങ്ങുന്നത്. അങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കോ അങ്ങനെയൊന്നും പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ സത്താർ പന്തല്ലൂർ എന്ന വ്യക്തി എനിക്കറിയില്ല, എനിക്കത് ഒരു പരിചയമില്ല. പക്ഷെ അദ്ദേഹം ഈ നടത്തിയ പ്രശ്നം കൊണ്ടല്ലോ ഇതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലല്ല ഉണ്ടാവുക. ഇത് സബ്ടൈറ്റിൽ വെച്ച് ഉത്തരേന്ത്യയിൽ ഓടും. അത് ഇവിടെ മലയാളത്തിൽ തുടങ്ങി കഴിഞ്ഞു. അതായത് ഈ തൊപ്പി വെച്ച ആൾ കൈവെട്ടും എന്ന് പറഞ്ഞു. കൈവെട്ട് കേസിലെ പ്രതിയെ 13 വർഷം കഴിഞ്ഞ് പിടികൂടിയ കേരളത്തിലാണ് ഒരു മുസ്ലിം മതപണ്ഡിതൻ വന്നു കഴിഞ്ഞു. അത് മലയാളത്തിൽ വന്നു. ഇനി അത് നാളെ മുതൽ ട്വിറ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് സബ്ടൈറ്റിലോട് ഇതിൻ്റെ പ്രസംഗം സബ്ടൈറ്റിലോടുകൂടി ഉത്തരേന്ത്യയിൽ പ്രചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പ്രസംഗം, ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം നേതാക്കൾ ആ കാര്യത്തിലൊക്കെ നല്ല ഉത്തരവാദിത്ത ബോധമുള്ളവരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരും ഈ ഇൻ്റർനെറ്റ് കാലത്ത് എന്താണ് സംഭവിക്കുക എന്ന ബോധമുള്ളവരുമാണ്. പക്ഷേ സത്താർ പന്തല്ലൂരിന് അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തണം. അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടവരെ കേരളത്തിലെ മുസ്ലിങ്ങളല്ല, പാവപ്പെട്ട ഏതോ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളായിരിക്കും എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് പറയാം. തീർച്ചയായും. അപ്പോൾ ലീഗ് സമസ്തയിൽ ഈ തർക്കം പുതിയതല്ല, പക്ഷേ അതിൻ്റെ മുകളിൽ ഈ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്നുള്ള ബോധ്യം നേതാക്കൾക്ക് വേണം എന്നുള്ളൊരാവശ്യം കൂടി വരുന്നുണ്ട്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.